സവകടമയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ടൈപ്സ്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 4 പ്രോമിസറി നോട്ടാണ്. എന്താണ് സെക്ഷൻ 4 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിലയിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചു. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിലെ സെക്ഷൻ 4 പ്രോമിസറി നോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 4 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രോമിസറി നോട്ടിന്റെ ഫീച്ചേഴ്സും അതിന്റെ ടൈപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാം. A promissory note is a written promise by one party to make a payment of money at a date in the future. ഒരു പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ള, അതായത് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതെന്താണ്, അതൊരു പ്രമാണമാണ്, എഴുതി ചേർത്തിട്ടുള്ള പ്രമാണമാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എഴുതി ചേർത്തിട്ടുള്ള ഒരു പ്രമാണമാണ്. അതെന്താണ്? പ്രോമിസ് ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. ബൈ വൺ പാർട്ടി ടു മേക്ക് എ പേയ്മെന്റ് ഓഫ് മണി അറ്റ് എ ഡേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു ഡേറ്റിൽ തരാനുള്ള പൈസ തരാമെന്ന് ഒരു വ്യക്തി എഴുതി കൊടുക്കുന്ന വാഗ്ദാന പത്രമാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. എന്താണ് പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു കടം വാങ്ങിച്ചിട്ടുള്ള വ്യക്തി കടം കൊടുത്തിട്ടുള്ള വ്യക്തിക്ക് എഴുതി കൊടുക്കുന്ന ഒരു വാഗ്ദാന പത്രമാണ്. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാമെന്ന് പറയുന്ന ഒരു വാഗ്ദാന പത്രമാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. A promissory note is a legal document that serves as a written promise to pay a specific amount of money to another party. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമാനുസൃതമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് റിട്ടേൺ ആയിട്ടുള്ള പ്രോമിസ് ആണ്. ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി. ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി മറ്റൊരു പാർട്ടിക്ക് കൊടുക്കാമെന്നുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബൈൻഡിങ് കോൺട്രാക്ട് ദാറ്റ് പ്രൊട്ടക്ട്സ് ബോത്ത് ദി ലെൻഡർ ആൻഡ് ദി ബോറോവർ. അതൊരു കോൺട്രാക്ട് ആണ്, ലെൻഡറും ബോറോവറും തമ്മിലുള്ളൊരു അവരുടെ ആയ കോൺട്രാക്റ്റിന് പ്രൊട്ടക്ട് ചെയ്യുന്ന രേഖയാണ് പ്രോമിസറി നോട്ട്. അതായത് ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു വാഗ്ദാന പത്രമാണ്. ആ വാഗ്ദാന പത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക്, അതായത് ഒരു ഫോർ എക്സാമ്പിൾ എ എന്നൊരു വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഒരു 50,000 രൂപ കടം കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പൊ എന്താണ്? എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്കാണ് കടം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബി ആണ് കടക്കാരനും എ കടം കൊടുത്ത ആളുമാണ്. അപ്പൊ ബി എന്ന കടക്കാരൻ എ എന്ന വ്യക്തിയോട് പറയണം, ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു തരുള്ളൂ എന്ന് പറയുന്നു. അതൊരു വാക്കാൽ മാത്രമുള്ള ഒരു എഗ്രിമെന്റ് ആവുമ്പോൾ അതിന് നിയമ സാധ്യതകളില്ല. അപ്പൊ അതിന് നിയമസാധ്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു പ്രോമിസറി നോട്ട് എഴുതി ചേർക്കുന്നത്. ആ പ്രോമിസറി നോട്ടിൽ രണ്ട് വ്യക്തികളുള്ള, അത് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം കൊടുത്ത ആളും കടം വാങ്ങിച്ച ആളും. കടം വാങ്ങിയ ആളാണ്, കടം വാങ്ങിയ ഇവിടെ എന്താണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞതിൽ ബി എന്ന വ്യക്തി എഴുതുന്ന ഒരു പ്രമാണമാണ് പ്രോമിസറി നോട്ട്. പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ ഇന്ന ദിവസം നിങ്ങൾ തന്ന രൂപ തിരിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാഗ്ദാന പത്രമാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അത് വെറുതെ വാക്കാലൊരു പറയുമ്പോൾ അതിനൊരു നിയമ സാധുത ഇല്ലാത്തതിനാൽ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആക്കി മാറ്റുകയാണ് പ്രോമിസറി നോട്ടിൽ ചെയ്യുന്നത്. A signed document containing a written promise to pay a stated sum of money to a specified person or the bearer at a specified date or a demand. അതായത് അതൊരു സൈൻഡ് ഡോക്യുമെന്റ് ആണ്. വെറുതെ ഒരു എഴുതി ചേർക്കുക മാത്രമല്ല, അതിൽ സിഗ്നേച്ചർ ഉണ്ട്. ആ സൈൻഡ് പേപ്പറിൽ എന്താണ്, ഇന്ന വ്യക്തിക്ക് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന ആൾക്ക് കൊടുക്കാമെന്നോ ഉള്ളതാണ്. അതെന്താണ്? പെർട്ടിക്കുലർ ഡേറ്റിലോ അല്ലെങ്കിൽ ഡിമാൻഡ് രണ്ടെഴുതാം. ഒന്നില്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ തരാം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഡിമാൻഡ് ആവശ്യപ്പെടുമ്പോൾ, നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലോ കൊടുക്കാമെന്നുള്ള ഒരു എന്താ പറയാ ഒരു വാഗ്ദാന പത്രമാണ് ഈ പ്രോമിസറി നോട്ട്. അതെന്താണ്? ആർക്കാണ് കൊടുക്കേണ്ടത്? കടം വാങ്ങിയ ആൾക്കോ അല്ലെങ്കിൽ അയാൾ നിർദ്ദേശിക്കുന്ന ആൾക്കോ, രണ്ടാൾക്കാവും. ആ പേഴ്സണോ അല്ലെങ്കിൽ അയാള് പറയുന്ന ആ വ്യക്തിക്കോ ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം. അങ്ങനെ എഴുതി ചേർക്കുന്ന ഒരു പത്രമാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്.
Promissory notes in India hold a crucial legal standing backed by the Negotiable Instrument Acts of 1881. Promissory നോട്ടില് ഇന്ത്യയിലെ സ്റ്റാൻഡ് ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ്. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ പ്രോമിസറി നോട്ടിന്റെ ആ നിയമ സാധുതയുള്ളത്. ഇനി എന്താണ് പ്രോമിസറി നോട്ടിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. എന്താണ് പ്രോമിസറി നോട്ടിന്റെ ഡെഫിനിഷൻ? Section 4 of the Act defines a promissory note as an instrument in writing, note being a banknote or a currency note, containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of certain person or to the bearer of the instrument. അതായത് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 4 പറയുന്നത്, സെക്ഷൻ 4 പ്രകാരമുള്ള ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ് എഴുതി ചേർത്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ആ അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എല്ലാം പറയുന്നതാണ് അൺകണ്ടീഷണൽ. പക്ഷെ ആ അണ്ടർടേക്കിംഗ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അവിടെ ഒരു ഓർഡർ അല്ല വരുന്നത്, അണ്ടർടേക്കിംഗ് ആണ്. പ്രോമിസറി നോട്ടിന്റെ കേസിൽ മാത്രമാണ് അണ്ടർടേക്കിംഗ് വരുന്നത്. അവിടെ അണ്ടർടേക്കിംഗ് എന്നോ അല്ലെങ്കിൽ പ്രോമിസ് എന്നോ ഡെഫിനേഷനിൽ അണ്ടർടേക്കിംഗ് എന്നാണ് വരിക, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. ആ ഒരു വേർഡ് എന്തായാലും ശ്രദ്ധിക്കാം, നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കറക്റ്റ് മനസ്സിലാവാൻ. അൺകണ്ടീഷണൽ ഓർഡർ എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രോമിസറി നോട്ട് അല്ല. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്ന് വന്നാൽ മാത്രമാണ് പ്രോമിസറി നോട്ട് ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ അത് ആ വേർഡ്, ആ അണ്ടർടേക്കിംഗ് എന്നുള്ള വേർഡ് നിങ്ങളെ സൂക്ഷ്മമായിട്ട് തന്നെ പഠിച്ചു പോകാം. സൈൻഡ് ബൈ ദ മേക്കർ. ആരാണ് സൈൻ ചെയ്യുന്നത്? അത് ഉണ്ടാക്കുന്ന ആളാണ് സൈൻ ചെയ്യുന്നത്. സൈൻഡ് ബൈ ദ മേക്കർ ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ദ ഓർഡർ ഓഫ് ഓർ സെർട്ടൻ പേഴ്സൺ. അതായത് ഒരു സെർട്ടൻ ഓർ ടു ദി ബയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ആർക്കാണോ ഈ പണം കിട്ടേണ്ടത് ആ ആളുടെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരിലോ എഴുതി ചേർക്കുന്ന ഒരു വാഗ്ദാന പത്രമാണ് പ്രോമിസറി നോട്ട്. ആ വാഗ്ദാന പത്രത്തില് സൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മെയ്ക്ക് ചെയ്യുന്ന ആളാണ്, മേക്കറാണ് സൈൻ ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 4 ഡെഫിനിഷൻ പറയുന്നത് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. സെക്ഷൻ 4 എന്ത് പറയുന്നത്? പ്രോമിസറി നോട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു പോകുക. ഇതിലെല്ലാവരും പഠിക്കുക, കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ഓരോ പോയിന്റുകളും പഠിച്ചു പോകുക. Section 4 of the Act defines a promissory note as an instrument in writing, note being a banknote or currency note containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of certain person or to the bearer of the instrument. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് ഓർ എ കറൻസി നോട്ട്. അതായത് സെക്ഷൻ 4 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റിൽ എന്താണ്? ബാങ്ക് നോട്ടും കറൻസി നോട്ടും എല്ലാത്തതെന്നാണ് പറയുന്നത് പ്രോമിസറി നോട്ടില്. എന്നാൽ നമുക്കറിയാം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കസ്റ്റം യൂസേജ് പ്രകാരവും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. ഡെഫിനേഷൻ പ്രകാരം സ്റ്റാറ്റ്യൂട്ട് നിയമാനുസൃതം എന്താണ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് മാത്രമാണ് എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കൺസിഡറേഷനിൽ വരുന്നുള്ളൂ. എന്നാൽ യൂസേജിന്റെ പുറത്തോ അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറയുന്ന രീതിയിലോ നമുക്കറിയാം ബാങ്ക് ഡ്രാഫ്റ്റ്സ്, ബാങ്ക് നോട്ട്, ഇതൊക്കെ എന്താണ് നമ്മളുടെ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആ രീതിയിൽ പറയുമ്പോൾ ഡെഫിനേഷൻ പ്രകാരം ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ എന്താണ് അതൊരു പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ കൂടി നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ബാങ്ക് നോട്ട് എന്തിനു ഉദാഹരണമെന്ന് ചോദിച്ചാൽ അത് പ്രോമിസറി നോട്ടിന് ഉദാഹരണമാണ്. ബാങ്ക് ഡ്രാഫ്റ്റ് എന്തിനു ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഉദാഹരണമാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ ആ രീതിയിലും നമ്മൾ പഠിക്കണം. ബാങ്ക് നോട്ട് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിന് ഉദാഹരണമാണ്. അതുപോലെ ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനു ഉദാഹരണമാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് ഫീച്ചേഴ്സ്? There must be a clear and unconditional promise to pay a certain sum to a specified person or on demand. എന്താണ്?
there must be a clear and unconditional promise to pay a certain sum to a specified person or demand. ഇതിലെന്താ പറയുന്നത്? ഒരു അൺകണ്ടീഷണൽ പ്രോമിസിന് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ് എന്താ പറയുന്ന ഒരു പേഴ്സണ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് ടൈമിൽ കൊടുക്കാമെന്നുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രോമിസ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള അണ്ടർടേക്കിംഗ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ആൻഡ് ഡ്യൂലി സൈൻഡ് ബൈ ദ മേക്കർ. ഇത് എഴുതുന്നതും അതുപോലെ തന്നെ സൈൻ ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് മേക്കർ ആണ്. ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ആൻഡ് ഡ്യൂലി സൈൻഡ് ബൈ ദി മേക്കർ. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. ഇത് പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. The amount to be paid must be certain and given in both figures and words. എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയിട്ടുണ്ടാവും. ഈ മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാരണ സ്റ്റാമ്പ് ഒട്ടിക്കലായിട്ടാ, കോട്ട് ഫീസ് സ്റ്റാമ്പോ അതല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിലായിരിക്കും ഇത് എഴുതി ചേർക്കുന്നത് കേട്ടോ. The amount to be paid must be certain and given in both figures and words. എമൗണ്ട് എന്ന് പറയുന്നത് ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയിട്ടുണ്ടായിരിക്കും. acceptance is not required. acceptance not required എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇത് എഴുതുന്നത് മേക്കറാണ് എഴുതുന്നതാണ്. ഈ എഴുതുന്ന ആൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, എഴുതുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഡെക്ടർ ആയിരിക്കും. കടം വാങ്ങിച്ച ആളിനെ എഴുതുന്നത്. കടം വാങ്ങിച്ച ആൾ എഴുതിയിട്ട് പറയണം ഇന്ന ഡേറ്റിൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ കടം കൊടുത്ത ആൾക്കാണല്ലോ നമ്മളിത് പറഞ്ഞ് കൊടുക്കുന്നത് ഈ പത്രം. ആ കടം കൊടുത്ത ആളെ കയ്യിലായിരിക്കും ഈ പ്രോമിസറി നോട്ട് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ആ ആള് ഇന്ന ഡേറ്റിൽ തരാമെന്നുള്ളതിന് ഇന്ന ഡേറ്റിൽ നമ്മൾ അടിയിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞ ഡേറ്റിൽ, ഞാനിപ്പോ കടം വാങ്ങിച്ച ആളെങ്കിൽ ഞാൻ പറഞ്ഞ ഡേറ്റിൽ ഞാൻ തരും. അത് കടം തന്ന ആള് എക്സോ വൈ ആയിക്കോട്ടെ, അദ്ദേഹം അത് സ്വീകരിക്കണമെന്നില്ല, ഡേറ്റ് സ്വീകരിക്കണമെന്നൊന്നുമില്ല. അതാണ് ആക്സെപ്റ്റൻസ് ഇസ് നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നത്. ഇനി പാർട്ടീസ് ഓഫ് പ്രോമിസറി നോട്ട്. പാർട്ടീസ് ഓഫ് പ്രോമിസറി നോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇതൊരു നിങ്ങളുടെ വ്യക്തമാവും നിങ്ങൾക്ക്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഡ്രോയർ ഓർ മേക്കർ ഓർ ഡെക്ടർ ഓർ പ്രോമിസർ. അതായത് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എഴുതുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കടം വാങ്ങിയ ആളാണ്. ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഒരു എക്സ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ആളാണ് കടം തന്ന ആള്. തന്ന ആള് എക്സിന്റെ കയ്യിൽ നിന്ന് 50,000 രൂപയാണ് ഞാൻ കടം വാങ്ങിയത്. ഞാനാണ് കടം വാങ്ങിയ ആള്. അപ്പൊ ഞാൻ ആരായി മാറി? അവിടെ ഡെക്ടറായി മാറി. എക്സ് എന്ന് പറയുന്ന ആള് ക്രെഡിറ്റർ ആണ്. എക്സ് ക്രെഡിറ്ററും ഞാൻ ഡെക്ടറുമാണ്. അപ്പൊ ഞാൻ കടം വാങ്ങിയ ഞാനാണ് എഴുതുന്നത്. ഞാനാണത് എഴുതുന്നത്. അതാണ് ഞാൻ ഡ്രോയർ അല്ലെങ്കിൽ മേക്കറായി മാറുന്നു. ഞാൻ തന്നെയാണ് പ്രോമിസ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് പ്രോമിസ് ചെയ്യുന്നത്. എന്താണ് ഈ പ്രോമിസറി നോട്ട് എഴുതുന്ന എന്നത് മാറ്റാണ് ഞാൻ. ഇപ്പൊ ഇന്ന് ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ 16/9/2024 നിങ്ങൾ ഒരു ഇത്ര രൂപ 50,000 രൂപ എക്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പൊ ഞാൻ എഴുതി കൊടുക്കുന്ന 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ രൂപ, ആ 50,000 രൂപ എക്സിന് തിരിച്ചു നൽകാമെന്ന് ഞാനാണ് എഴുതുന്നത്. ഞാനാണ് കടക്കാരൻ. ഞാൻ എഴുതുന്നു. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഒപ്പിടുന്നത് കേട്ടോ. ഞാൻ തന്നെയാണ് അവിടെ ഒപ്പിട്ടിട്ട് ഞാനിത് ആർക്ക് കൊടുക്കും? എക്സിന് കൊടുക്കും. എക്സ് ആണ് ഇത് സൂക്ഷിക്കുന്നത്. അപ്പൊ the person who makes or draws the promissory note agree the pay a certain amount as specified in the promissory note is called a drawer or maker. ഇതാണ് ഒരു പേഴ്സൺ എഴുതി തയ്യാറാക്കുന്നു. എന്തെന്ന്? പ്രോമിസറി നോട്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഞാൻ ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തുകൊണ്ട് നോട്ട് ഉണ്ടാക്കുന്നതാണ് പ്രോമിസറി നോട്ട്. ആരൊക്കെയാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ അവരെയാണ് ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ എന്ന് പറയുന്നത്. ഹീസ് പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ദ എമൗണ്ട് ഇൻ ദ പ്രോമിസറി നോട്ട്. അദ്ദേഹമാണ് ആ പ്രോമിസറി നോട്ട് പ്രകാരമുള്ള പൈസ കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത്. ഹീസ് ആൾസോ കോൾഡ് ദി പ്രോമിസർ. അതുകൊണ്ട് തന്നെ അയാളെ നമ്മൾ പ്രോമിസർ എന്ന് വിളിക്കുന്നു. ഡ്രോയർ ഓർ മേക്കർ ഓർ ഡെക്ടർ ഓർ പ്രോമിസർ. അതായത് ഡെക്ടർ എങ്ങനെയാവുന്നു? കടം വാങ്ങിയ ആളാണ് ഈ പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നത്. കടം വാങ്ങിയ ആളായതുകൊണ്ട് അവിടെ ഡെക്ടർ എന്ന് പറയുന്നു. ഈ പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നത് കടം വാങ്ങിയ ആള്. ഉണ്ടാക്കുന്നത് കൊണ്ട്, അത് മേക്ക് ചെയ്യുന്നത് കൊണ്ട് മേക്കർ എന്നും, അത് വരച്ചു ചേർക്കുന്നത് കൊണ്ട് ഡ്രോയറായി മാറുന്നു. കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് ആരാണ്? ഈ ഡെക്ടർ തന്നെയാണ്. അതുകൊണ്ട് ഡെക്ടർ എന്തായി മാറുന്നു? പ്രോമിസറായി മാറുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഡെക്ടർ, പ്രോമിസർ, മേക്കർ, ഡ്രോയർ എല്ലാം അല്ലെ 6ലാണ് അവസാനിക്കുന്നത് കേട്ടോ. അടുത്തത് ഡ്രോയി, പേയി, പ്രോമിസി,
ക്രെഡിറ്റർ. കടം കൊടുത്ത ആളെ പൊതുവെ നമ്മ പറയാ ക്രെഡിറ്റർ എന്നാണ്. കടം വാങ്ങിയ ആള് ഡെറ്ററും കടം കൊടുത്ത ആളെ ക്രെഡിറ്ററുമാണ്. അപ്പൊ കടം കൊടുത്ത ആളാണ് ക്രെഡിറ്റർ. അപ്പൊ ക്രെഡിറ്റർ. പിന്നെ ബാക്കിയുള്ളവർക്ക് ശ്രദ്ധിച്ച് ഈ എന്നിട്ട് വരുന്നത് ട്രോയി, പേയി, പ്രോമിസി. കടം കൊടുത്ത ആളെ തന്നെയല്ലേ കടം സ്വീകരിക്കേണ്ട ആളും. അതായത് കടം കൊടുത്ത ആൾക്കല്ലേ ഈ ഇൻസ്ട്രുമെന്റ് പ്രകാരം പൈസ കിട്ടുന്നത്, റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്ന ആളാണ് പേയി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കടം കൊടുത്ത ആളാണ് റിസീവ് ചെയ്യുന്ന വ്യക്തി. കടം റിസീവ് ചെയ്യുന്നത്, അതായത് കടം വാങ്ങിയ ആളല്ല, കടം തിരിച്ചു കിട്ടുന്ന ആള്. ഇൻസ്ട്രുമെന്റ് പ്രകാരം ആ പൈസ കിട്ടാൻ ആർക്കാണ് അർഹതയുള്ളത്, ആ വ്യക്തിയാണ് പേയി എന്ന് പറയുന്നത്. ആ പേയി എന്താണ്, കടം കൊടുത്ത വ്യക്തി തന്നെയാണ്. അതുപോലെ ഡ്രോയി ആൻഡ് പ്രോമിസി, ഇത്രയും പേരുകൾ ഇതിൽ അറിയപ്പെടും. ഇതും എല്ലാവരും നന്നായിട്ട് പഠിച്ച് തന്നെ പോകണം. The person in whose favor the promissory note is drawn is called the drawee. The person in whose favor the promissory note is drawn is called the drawee. എഴുതി ചേർക്കപ്പെട്ടുള്ള പ്രോമിസറി നോട്ട് ആർക്ക് ഫേവർ ആയിട്ടാണ് എഴുതി ചേർത്തിട്ടുള്ളത്, ആ ആളാണ് ഡ്രോയി എന്ന് പറയുന്നത്. ആർക്കാണ് ഫേവർ ആയിരിക്കാം, കടം കിട്ടേണ്ട ആൾക്കാണ് ഫേവർ ആയിരിക്കുക. അപ്പൊ ആ ഫേവർ എന്നുള്ളൊരു വാക്ക് ശ്രദ്ധിക്കുക. ആർക്കാണ് ഫേവർ ആയിട്ട് എഴുതി ചേർത്തിട്ടുള്ളത്, ആ വ്യക്തിയാണ് ഡ്രോയി. The person in whose favor the promissory note is drawn is called the drawee. In usual cases, the drawee is also the payee until and unless the promissory note is transferred specially in favor of the payee. സാധാരണ കേസിൽ എന്താണ്, ഡ്രോയി തന്നെയായിരിക്കും പേയി എന്ന് പറയുന്നത്. പിന്നെ പ്രോമിസറി നോട്ടിൽ എന്താണ്, പേയിക്ക് ഫേവർ ആയിട്ടായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. എപ്പോഴും പേയിന് ഇതായിട്ട് ഫേവർ ആയിട്ടായിരിക്കുമല്ലോ ആ പ്രോമിസറി നോട്ട് ഉണ്ടാവുക. In usual cases, the drawee is also the payee until and unless the promissory note is transferred specifically in favor of the payee. പേയിയുടെ പേരിലാണ് ട്രാൻസ്ഫർ ചെയ്യാം. Drawee is an individual in whose favor the note is prepared. ഡ്രോയി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. In whose favor the note is prepared. ആരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്ന, ഇതല്ലായിരിക്കും, വേറൊരു വ്യക്തിയായിരിക്കും ഡ്രോയി എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്പെസിമെൻ എന്ന് പറയുന്നതാണ്, അതായത് 1 lakh, ഞാൻ ഇത് പറഞ്ഞുതരാം. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ കോട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ എന്താണ് സ്റ്റാമ്പ് പേപ്പർ ഉണ്ടല്ലോ, മുദ്രപത്രം, അതിലായിരിക്കും എഴുതി ചേർക്കുക. നമ്മളിവിടെ 1 lakh കടം വാങ്ങിച്ചിരിക്കുന്നത്, ഡേറ്റ് 1/9/2024 വാങ്ങിച്ചിരിക്കുന്നത്. ആരാണ് കടം വാങ്ങിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മിസ്റ്റർ വൈ ആണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. എക്സ് ആണ് കടം കൊടുത്ത ആള്. ഇവിടെ ക്രെഡിറ്റർ എന്ന് പറയുന്നത് എക്സും ഡെറ്റർ എന്ന് പറയുന്നത് വൈയുമാണ്. അപ്പൊ വൈ ആണ് എഴുതുന്നത്, ആ വൈ തന്നെയാണ് ഒപ്പിടുന്നത്. ഇവിടെ ആക്സെപ്റ്റൻസ് ആവശ്യമില്ലാത്തത് കൊണ്ട് എക്സിന്റെ സിഗ്നേച്ചർ ആവശ്യമില്ല. ആക്സെപ്റ്റൻസ് ഇസ് നോട്ട് റിക്വയർഡ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ എഴുതി ചേർക്കുന്നത് 3 months ആഫ്റ്റർ ഡേറ്റ് ഐ പ്രോമിസ് ടു പേ മിസ്റ്റർ എക്സ് ഓർ ദ ഓർഡർ ഓഫ് ദി സം ഓഫ് ₹1 lakh ഓൺലി ഫോർ ദ വാല്യൂ റിസീവ്ഡ്. എന്താ പറയുന്നത്, മിസ്റ്റർ എക്സിന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എഴുതുന്നത് വൈയാണ് ഞാൻ. അപ്പൊ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, വൈ എന്ന് പറയുന്നത് ഐ പ്രോമിസ് ടു പേ മിസ്റ്റർ എക്സ് ഓർ ദ ഓർഡർ ഓഫ് ദ സം. മിസ്റ്റർ എക്സിനോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആൾക്കോ എന്ത് കൊടുക്കുന്നു, ₹1 lakh ഫോർ ദ വാല്യൂ റിസീവ്ഡ്. നമുക്ക് ഇവിടെ ഫിഗറിലും എഴുതിയിട്ടുണ്ട്, വേർഡ്സിലും എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒപ്പിടുന്നത് മിസ്റ്റർ വൈ, അക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സ് ഒപ്പിടേണ്ട ആവശ്യമില്ല. 1/9/2024 കഴിഞ്ഞിട്ട് 3 മാസങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്പെസിമെൻ, മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ദ പേഴ്സൺ ഇൻ ഹൂ ഡ്രോസ് ഓർ മേക്സ് ദ പ്രോമിസറി നോട്ട് എഗ്രി ടു പേ ദ എമൗണ്ട് ഈസ് കോൾഡ് ദി ഡ്രോയർ ഓർ മേക്കർ. ആരാണ് പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡിയാക്കുന്നത്, രേഖാമൂലം ഉണ്ടാക്കുന്നത്, അദ്ദേഹത്തിന് പറയുന്ന പേരാണ് ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ. അദ്ദേഹം എന്താണ് പറയുന്നത്, എഗ്രി ടു പേ എമൗണ്ട്. അദ്ദേഹം എഗ്രി ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നു. ഇത്ര എമൗണ്ട് കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. He is the person who is liable to pay the amount in the promissory note. He is the person who is liable to pay the amount in the promissory note. അദ്ദേഹം തന്നെയാണ് എന്താണ്, അത് ലയബിൾ ആയിട്ടുള്ള പ്രോമിസറി നോട്ടിന്റെ എമൗണ്ട് കൊടുക്കാമെന്ന് ലയബിൾ ആയിട്ട് അയാൾക്കാണ് അതിന്റെ ബാധ്യതയുള്ളത്. ഡെറ്റർക്കാണ് ഇതിന്റെ ബാധ്യതയുള്ളത്. There are only 2 parties. 2 പാർട്ടികളാണ് ഇതിലുള്ള. 2 പാർട്ടികളാണുള്ളത് നമ്മൾ പറഞ്ഞു, ഡെറ്ററും ക്രെഡിറ്ററും 2 പാർട്ടികളാണുള്ളത്.
പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ ഡെറ്റർ. പ്രോമിസ് നോട്ട് ആരാണ് ഉണ്ടാക്കുന്നത്? ഡെറ്റർ ആണ് ഉണ്ടാക്കുന്നത്. പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ ഡെറ്റർ. ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓഫ് പ്രോമിസറി നോട്ട് ഈസ് പ്രൈമറി ആൻഡ് അബ്സൊല്യൂട്ട്. പ്രോമിസറി നോട്ടിന്റെ മേക്കറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് അബ്സൊല്യൂട്ട് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓഫ് പ്രോമിസറി നോട്ട് ഈസ് പ്രൈമറി ആൻഡ് അബ്സൊല്യൂട്ട്. ലയബിലിറ്റി ഓഫ് ദ പ്രോമിസറി നോട്ട് ഈസ് ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓഫ് പ്രോമിസറി നോട്ട്. അവിടെ ശ്രദ്ധിക്കുക, മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട് ഈസ് പ്രൈമറി ആൻഡ് അബ്സൊല്യൂട്ട്. ലയബിലിറ്റി ഓഫ് മേക്കേഴ്സ് ഓഫ് ദ പ്രോമിസറി നോട്ട്, ഇവിടെ ബഹുവചനം വന്നു, അപ്പൊ ജോയിന്റ് ആൻഡ് സെവറലാണ്. ഒരു വ്യക്തിയല്ല 2-3 വ്യക്തികൾ വരുമ്പോൾ അവിടെ ജോയിന്റ് ആൻഡ് സെവറലാണ്. മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട് ആണ് പ്രൈമറി ആൻഡ് അബ്സൊല്യൂട്ട് ആണ്. മേക്കേഴ്സ് ഓഫ് ദ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആൻഡ് സെവറലാണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ആൻസർ എഴുതണം. പ്രോമിസറി നോട്ട് ഈസ് എൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഓർ പ്രോമിസ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. പ്രോമിസറി നോട്ട് ഈസ് എൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. അവിടെ ഓർഡർ ഒരിക്കലും വരില്ല. acceptance is not required in the case of promissory note. ഞാൻ സ്പെസിമെൻ കാണിച്ചപ്പോൾ പറഞ്ഞു അവിടെ എക്സിന്റെ, അതായത് കടം കൊടുത്ത ക്രെഡിറ്ററുടെ ഒരു സിഗ്നേച്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ acceptance ആവശ്യമില്ല. acceptance is not required in the case of promissory note. Acceptance is not required in the case of promissory note. The drawer of a promissory note is generally known as maker. The drawer of a promissory note is ജനറലി നോൺ എസ് മേക്കർ. ഡ്രോയറിനെ പറയുന്ന പേരാണ് മേക്കർ എന്ന്. ദ മേക്കർ കനോട്ട് ബി പേയി. മേക്കർ ഒരിക്കലും പേയി ആയിരിക്കില്ല. മേക്കർ കനോട്ട് ബി പേയി. The primary liability in the case of promissory note is with the maker. The primary liability in the case of promissory note is with the maker. പ്രൈമറി ലൈബിലിറ്റി ആർക്കാണ്? മേക്കർക്കാണുള്ളത്. മേക്കറാണ് ഡെറ്റർ, ആൾക്കാണ് ബാധ്യതയുള്ളത്. The days of grace for a promissory note is 3 days. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിന്റെ കേസിലായിക്കോട്ടെ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിലായിക്കോട്ടെ, 3 months കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 16/9 ആയിരുന്നു എന്ന് വിചാരിക്കാം. അത് അന്ന് തന്നെ പൈസ കൊടുത്തില്ലെങ്കിൽ അത് കഴിഞ്ഞ് 3 ദിവസം കൂടെ ഡേയ്സ് ഓഫ് ഗ്രേസ് കിട്ടും. അതിനുള്ളിൽ പൈസ തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ നമുക്ക് എന്താണ് കേസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ലീഗൽ പ്രൊസീജിയറുകൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. The days of grace for a promissory note is 3 days. Promissory note is valid only for a period of 3 years starting from the date of execution. ഇതൊരു പ്രീവിയസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ പ്രോമിസറി നോട്ടിലെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കും. അതെത്ര വർഷമാണെന്ന് വെച്ചാൽ അത്രയും വർഷം അതിൽ എഴുതിയിരിക്കും. അത്രയും നിയമ സാധ്യതയുണ്ട്. എന്നാൽ ചില കേസുകളിൽ ഇപ്പൊ FD റെസിപ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ LIC ഡോക്യുമെന്റ് ഒക്കെ വെച്ച് അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ലോണുകളൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ഫണ്ട് നമ്മൾ സറണ്ടർ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക ലോണൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഡേറ്റ് ഇത്ര കാലയളവെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കാലയളവൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തൊരു ഇതാണെങ്കിൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 years ആയിരിക്കും. എന്ന് തുടങ്ങിയാണ് എക്സിക്യൂഷൻ ഉള്ളത് അത് മുതൽ 3 years ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്ന 3 years എഴുതാം. ശരിക്കും അങ്ങനെ അതിൽ കാലയളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലയളവ് തന്നെയാണ്. അങ്ങനെ ഒരു കാലയളവ് പറയാത്തൊരു കേസ് ആണെങ്കിൽ പ്രോമിസറി നോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് 3 years സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോമിസറി നോട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. മാക്സിമം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എന്താ എല്ലാം ഓരോ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചോ അതല്ലെങ്കിൽ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടോ വായിച്ചോ ഒക്കെ പഠിക്കുക. ഇതിൽ കൂടുതൽ പ്രോമിസറി നോട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിവിഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 9895992160 എന്തെങ്കിലും വിളിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.